വിജയേട്ടാ, നമ്മുടെ അജഗജാന്തരം അതേപോലെ തന്നെ നമ്മുടെ വിനീതേട്ടന്റെ കൂടെയുള്ള ആ 2 സിനിമകൾ അല്ല, അതേപോലെ അതിന് തൊട്ട് മുന്നേ ദുൽഖറിന്റെ കൂടെയുള്ള മൂവി, പോലീസ് വേഷത്തിൽ നിറഞ്ഞാടി എന്താ പറയാ, അത്രയും യൂത്തിന്റെ കൂടെ കട്ടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ നിന്ന സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഏജിന്റെ അല്ലട്ടോ, തീരെ പ്രായമല്ലാന്ന് എനിക്കറിയാം, അതല്ല പറയുന്നത്. പക്ഷെ ആ ഒരു യൂത്തിന്റെ കൂടെ തകർത്താടിയപ്പോ എന്താ തോന്നിയത്? അത് മോനെ, യൂത്തും മിഡിൽ ഏജ്ഡ്, അതായത് വയോധികൻ എന്നൊക്കെ നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന 50 കഴിഞ്ഞ് 60ലേക്ക് കിടക്കാൻ പോകുന്ന എന്നെ പോലുള്ളവരും ഒക്കെ ഉള്ളൊരു മിംഗ്ലിങ് തീർച്ചയായിട്ടും അത് സാധ്യമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം പെപ്പേനെ എനിക്ക് മുമ്പ് പരിചയമില്ല, അതിൽ അഭിനയിച്ച മിക്കവാറും ആളുകൾ എനിക്ക് മുമ്പ് പരിചയമില്ല. ആകെ അറിയുന്നത് നമ്മളുടെ ജാഫർ ഇടുക്കി, അതുപോലുള്ള സാബുമോൻ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ആ ഒരു സെറ്റ് എല്ലാവരും, കാരണം രാത്രി ആണ് നമ്മളെ ഷൂട്ടിങ്, രാത്രി തുടങ്ങിയിട്ട് പുലർച്ചെ വരെയാണ്. അപ്പൊ കാരണം ഫുള്ള് നൈറ്റ് സീനാണ്. അപ്പൊ അത് ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന ആദ്യമൊക്കെ എനിക്കൊരു പേടിയുണ്ടായി, ഈ പിള്ളേരുടെ ഇടയിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ എന്താവും എന്നൊക്കെ. പക്ഷെ വളരെ രസകരമായിട്ട് തോന്നി. അവസാനം എന്നെ അതില് ഒരു റൂമിലൊക്കെ അടച്ചിടുന്ന സംഭവമുണ്ട്. അപ്പൊ അത് അതേപോലെ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, എനിക്കൊരു പ്രൊജക്ഷൻ കിട്ടിയത് എന്റെ ആ വേഷം തന്നെയാണ്. തീർച്ചയായിട്ടും ബാക്കിയുള്ളവരൊക്കെ സിവിൽ ഡ്രസ്സിലും, ഞാൻ പോലീസ് വേഷത്തിലും. അത് മാത്രമല്ല, ആ ഒരു എൻട്രി ഭയങ്കര രസമായിരുന്നു. ആ ഒരു പോലീസ് വണ്ടി വന്ന്, ആ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നതും, ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര രസം. അതിന് സംവിധായകനോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അതെ 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 അതെ. അങ്ങനെ അതേപോലെ ഇതില് മുകുന്ദനുണ്ണി ഞാൻ സമ്മതിച്ചു പോയത് ഒരു ഐഡിയ ആണ്. കാരണം നായക സങ്കല്പത്തൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിനീതൊക്കെ അത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ക്യാരക്ടർ അവസാനം മോൾഡ് ചെയ്ത് വന്ന, അത് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴാ ക്യാരക്ടറിന്റെ സ്വഭാവം സിനിമ കണ്ടുവെക്കുമ്പോഴാണ്. കുറേശ്ശെയാണ് ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. അതൊക്കെ വെറുതെ വിവാദങ്ങൾക്ക് വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷെ അങ്ങനെയായി ചിന്തിച്ചൂടെ? നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറിയില്ലേ? നായക സങ്കല്പമൊക്കെ ആദ്യം എന്തായിരുന്നു? പ്രേം നസീർ സാറിനെ പോലെ, സത്യ സാർ കുറച്ചൊരു പെരുക്കനാണ്, പക്ഷെ ഉമ്മർക്ക, അതേപോലെയൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ ഭയങ്കര ചുള്ളന്മാരായിട്ടുള്ള ഒക്കെ മാറിയില്ലേ? ശ്രീനിയേട്ടൻ നായകനായി വന്നൊരു സമയത്തോടു കൂടിയാണ് ആ വിപ്ലവം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള സങ്കല്പം. പക്ഷേ അന്നും ഒക്കെ നായകൻ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് നന്മയുള്ളവൻ, തിന്മയ്ക്ക് മേലെ വിജയം കൊയ്യുന്നവൻ, വില്ലൻ അടികൊള്ളാനുള്ള ഇതിൽ നേരെ മറിച്ചിട്ട് ഇയാളുടെ സ്വഭാവം, ഈ കഥാപാത്രത്തിന്റെ സ്വഭാവം വില്ലത്തരാണ്. ശരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷെ ഹീറോ ആണ് അയാള്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അപ്പൊ സിനിമ മാറി തുടങ്ങി എന്നുള്ളതാണ്. ചിന്തിക്കുന്ന ഒരുപാട് യുവത്വങ്ങള് സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ക്വാളിറ്റി. നമ്മള് പതിവ് ഫോർമുലയിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ആ സിനിമ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിപ്പൊന്നുമില്ല. ഈ അജഗജാന്തരം എന്താണ്? അജഗജാന്തരം എടുത്താലൊന്നുമില്ല, പക്ഷെ അത് ത്രൂ ഔട്ട് നമ്മളെ ത്രില്ല് അടുപ്പിച്ചു. അതെ, എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് പ്രോഗ്രാം, സാറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. നമ്മുടെ മുക്കം, കോഴിക്കോട് മുക്കത്ത് അജഗജാന്തരത്തിന്റെ ഒരു ഷോ, ടീം എല്ലാവരും വന്ന് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് അതിന്റെ ഒരു ആഘോഷം അല്ലെ. അന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കുകയാണ് ഞാൻ ആ ഒരു ടൈം. കാരണം പെപ്പെ ഓടി വന്നിട്ട് വിജയനെ കാണുകയും ആശാനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പെപ്പെ കട്ട് ചെയ്യേണ്ട കേക്ക് അന്ന് സാറാണ്, വിജയനാണ് അന്ന് അവിടെ തിയേറ്ററിൽ കട്ട് ചെയ്യുകയും ജനങ്ങള് ഭയങ്കര ആഘോഷമായിരുന്നു ആ ഒരു ദിവസം. അതേപോലെ ഞാൻ വേറൊരു കാര്യം, നമ്മള് ഇപ്പൊ ഈ 3-4 സിനിമകൾ ഇങ്ങനെ ഹിറ്റ് സിനിമകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ആ ഒരു സമയത്താണ് ഒരു ബ്രേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വിഷമിച്ച, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഒരു പ്രതിസന്ധിയായിരുന്നു അത്. അപ്പൊ ഒരു ഘട്ടത്തിൽ എനിക്ക് ആകെ ഭയങ്കരമായിട്ട് ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞാൽ സിനിമയിലേക്കല്ല, ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരുമോ എന്നുള്ളൊരു വലിയൊരു, പക്ഷേ എന്തോ അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് മനസ്സിന് കിട്ടി. അതോടൊപ്പം തന്നെ എന്നെ അതിൽ നിന്ന് സഹായിച്ച, എന്നെ അങ്ങനെ നിൽക്കാൻ സഹായിച്ച, അതിനോട് ഏറ്റുമുട്ടാൻ എനിക്കൊരു കരുത്ത് തന്നത് എൻ്റെ സുഹൃത്ത്. പ്രേക്ഷകരുടെ സ്നേഹം അപ്പോഴാണോ ശരിക്കും തിരിച്ചറിയാൻ പറ്റിയത് തോന്നുന്നുണ്ടോ? ഓരോ ചില്ലിക്കാശും എനിക്ക് വേണ്ടി മുടക്കിയ എന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ അവരൊക്കെ എന്റെ സിനിമ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. കാരണം ഞാനൊന്നും അങ്ങനെ ഫുൾ ടൈം ഒരു സിനിമയിൽ അങ്ങനെ നിരന്തരമായിട്ട് സ്ക്രീനിൽ വന്ന് പോകുന്ന ഒരാളൊന്നുമല്ല. എപ്പോഴെങ്കിലും ഒരു സിനിമ വന്നാലും ഒരു ചെറിയ കഥാപാത്രമായാലും ഉണ്ടാവും എന്നുള്ളതല്ലാതെ. പക്ഷെ എന്നാലും എവിടേക്കോ ആളുകളുടെ ഒരു സ്നേഹം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നന്മ പറ്റിയിട്ടൊന്നുമില്ല.